ഇത് ഈ പറയുന്ന പോലെ നമുക്ക് നോർമലി നമ്മളൊരു മർഡർ കേസിലോട്ട് എടുക്കുന്ന കുറെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ എവിഡൻസുകളുണ്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കോടതിയിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള. അപ്പം ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പം 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിട്ടുള്ള കേസ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫോറൻസിക് എന്നുള്ള ഒരു സപ്പോർട്ടും പിന്നെ അതേപോലെ തന്നെ മറ്റേ വിറ്റ്നസ്സുകളുടെ സ്റ്റേറ്റ്മെന്റുകൾ എടുക്കുന്നത് നമ്മൾ അതിൻ്റെ അകത്തൊരു ഡെഫിനറ്റ് ആയിട്ട് ഒരു ചാലഞ്ച് ഉണ്ട്. അതിൽ സംശയം. അതെ, അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ഈ പറഞ്ഞതുപോലെ ആ കറക്റ്റ് ദിവസം ഏതായിരുന്നു, അതേപോലെ തന്നെ അന്ന് അവിടെ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ, അങ്ങനത്തെ കുറെ കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു എന്താ പറയുന്നത് ഒരു കൺഫേംഡ് ആയിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. അതെ, ആ സമയത്ത് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതെ അതെ അതെ, വിവരം കിട്ടിയിട്ട് കുറച്ചായി. ഇപ്പം ഞാൻ കറക്റ്റ് ഡേറ്റ് പറയുന്നില്ല, കുറച്ചായി. സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണോ അതോ അതിനകത്ത് എന്തെങ്കിലും ആ ഒരു കൃത്യമായ ഇൻഫോർമേഷൻ കിട്ടിയിരുന്നു? കാരണം അത്രയും പഴക്കമുള്ള കേസ് അന്വേഷിക്കാൻ നമ്മൾ മുൻകൈ എടുക്കുന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അതിനൊരു സ്പെഷ്യൽ ടീം നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഇൻഫർമേഷൻ ഏറ്റവും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇൻഫർമേഷൻ കൂടുതൽ പുറത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള എവിഡൻസ് പോലും ചിലപ്പോൾ ഇല്ലാണ്ടായി പോകുന്നുള്ളൂ. അപ്പം നമ്മൾ വളരെ ചെറിയൊരു ടീമിനെ വെച്ചിട്ടാണ് അമ്പലപ്പുഴയിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ളത് ഇപ്പം എഫ്ഐആർ ഇട്ടതിനും മറ്റേ ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസിനും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീം ഇപ്പം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ, അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ വിശ്വസനീയമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു. മറ്റൊരു സ്ഥലത്തേക്ക് പോയി, അതായത് പാലക്കാട്ടേക്ക് പോയി അറിയായിരുന്നു. പിന്നീട് പിന്നീട് വിളിച്ചിരുന്നു. ഈ പാലക്കാട് പോയി നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഇവരവിടെ ഇല്ല എന്ന് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് വേറെ എവിടെയെങ്കിലും ജീവിച്ചിട്ടുണ്ടോ? അതെ, നമുക്ക് കിട്ടിയ വേർഷൻസ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫീൽഡിൽ എൻക്വയറി നമുക്ക് കിട്ടിയ വേർഷൻസ് എല്ലാം തന്നെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ അതൊന്നും ശരിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓ ശരി ശരി, അതെ. ഇല്ല, ആ കാര്യത്തിൽ കൺഫർമേഷൻ ഇല്ല. ഇതിലിപ്പോ വെച്ചാൽ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണ്. അപ്പം ഈ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ 100% നോക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ പരമാവധി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ മർഡറിന് എഫ്ഐആർ ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, ഞങ്ങളുടെ ഇപ്പോഴത്തെ അറിവിൽ വേറെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് നമ്മുടെ അറിവിൽപ്പെട്ടിട്ടില്ല ചേട്ടല്ല. അപ്പൊ ഉണ്ടാവാം, പേഴ്സണൽ ഇഷ്യൂസ് ആണ് നമ്മുടെ അറിവിൽപ്പെട്ടിട്ടുള്ളത്. അതെ, അത് നമുക്ക് വലിയൊരു ആക്ച്വലി അത് വലിയൊരു പ്രൊസീജിയറാണ്, എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിന് കുറേ പേപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ട്, അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ളത് ഈ പറഞ്ഞ നമ്മുടെ എവിഡൻസ് കളക്ഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിലോട്ട്. ഈ പറഞ്ഞ പോലെ 15 കൊല്ലം കഴിഞ്ഞ കേസായതുകൊണ്ടും അത് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ ട്രയലിനെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വേണം എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ടും വളരെ സ്പീഡിൽ ചെയ്യും വേണം. അപ്പോൾ അതെല്ലാം അത് ഇപ്പൊ പറയാൻ കഴിയില്ല. അതെ, അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കും. നമ്മളുടെ അറിവിൽ കലാം തന്നെയാണ്. അതിനി ഫോറൻസിക് ലാബിലോട്ട് അയക്കണം. നമ്മൾ കൃത്യമായിട്ടൊരു ഫോർവേഡിംഗ് നോട്ട് നമ്മൾ തയ്യാറാക്കി അയക്കണം, എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു വർക്കാണ്. അപ്പോൾ അത് ചെയ്ത് നമ്മൾ ഫോറൻസിക് ലാബിലോട്ട് അയച്ച് അവിടെ നിന്ന് റിസൾട്ട് വരുന്നു. പല രീതിയിലുള്ള പങ്കുണ്ട്. അത് നമുക്ക് ആക്ച്വലി അവിടെ ക്രിമിനൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയതിന് ശേഷമേ പറയാൻ പോയി കഴിയുള്ളൂ. അതാ പറഞ്ഞു, അത് ഞാനിപ്പം അതിന്റെ ക്രിമിനൽ ഹിസ്റ്ററി എടുത്ത് കൃത്യമായിട്ട് അവരുടെ കേസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോറൻസിക് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ അത് കൃത്യമായിട്ട് അത് ബോഡി പാർട്സ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. ബന്ധുക്കളായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അതാ പറഞ്ഞു, അത് ഫോറൻസിക് എക്സാമിനേഷന് ശേഷം അതും ഫോറൻസിക് എക്സാമിനേഷൻ ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ.
ഓക്കെ. ഇത് വളരെ പ്രിലിമിനറി സ്റ്റേജിലായതുകൊണ്ട് ഇത്രയും ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡിസപ്പോയിന്റിംഗ് ആണെന്ന് അറിയാം. പക്ഷേ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കാത്ത രീതിയിലല്ലേ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, താങ്ക് യു.